എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ വിട്ടുപോകാൻ കഴിയില്ല തെളിവുണ്ടെന്നതിനെക്കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയോർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്നാമത്തെ ഫയലായിട്ടുള്ള ഹൃദയചിഹ്നം, പച്ച നിറത്തിലുള്ള ഹൃദയചിഹ്നം ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും നിങ്ങളെ ആ വ്യക്തിക്ക് വിട്ടുപോകാൻ കഴിയുകയില്ല. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമേ ആ വ്യക്തിക്കൊരു സമാധാനം കിട്ടുന്നുള്ളൂ. ആ വ്യക്തിയുടെ സമാധാനം നിങ്ങളെ കാണുമ്പോഴും നിങ്ങളോട് പെരുമാറുമ്പോഴും മാത്രമാണ്. അല്ലാത്തപ്പോൾ ആ വ്യക്തിക്ക് സന്തോഷമൊന്നും ലഭിക്കുന്നില്ല. മറ്റാർക്കും ആ വ്യക്തിക്ക് സന്തോഷം നൽകാനും കഴിയുന്നില്ല. ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ അല്ലാതെ ആ വ്യക്തിക്ക് മറ്റാരെയും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി മാത്രം ആ വ്യക്തിയുടെ ജീവിതം കടന്നു പോവുകയാണ്. നിങ്ങളല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ അത്രയും പ്രാധാന്യം ഉണ്ടാകുകയാണ്. ആ വ്യക്തിക്ക് നിങ്ങളെ അല്ലാതെ മറ്റാരെയും കാണാൻ കഴിയുന്നില്ല, കേൾക്കാൻ കഴിയുന്നില്ല. ഹൃദയം മുഴുവനും ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളല്ലാതെ മറ്റാരെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. അത്രത്തോളം പോസിറ്റീവായിട്ടാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആ വ്യക്തിക്കുണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്തിട്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. ശാന്ത സ്വഭാവത്തോടുകൂടി, ശാന്തമായ മനസ്സോടുകൂടി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ നന്മ, ആ ശാന്തി അതൊരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. അതിന് കാരണം നിങ്ങളോടുള്ള ജീവിതമാണ്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് പുതിയൊരു ഊർജ്ജം ലഭിക്കുകയാണ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴുള്ള ആ ഒരു മനസ്സാണ്. അത് ആ വ്യക്തിയെ എത്രത്തോളം വിജയിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ല. അത്രത്തോളം ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത സമാധാനം നൽകുകയാണ്, ഇഷ്ടം നൽകുകയാണ്. ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങൾക്കും ഒരുമിച്ച് ഇനി ജീവിക്കാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു സാധ്യത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ പ്രണയമുണ്ടെന്നുള്ളതാണ്. എത്ര ആളുകൾ വിയോജിപ്പിൽ വരുത്താൻ ശ്രമിച്ചാലും, എത്ര ആളുകൾ നിന്ന് ചതിച്ചാലും വഞ്ചിച്ചാലും, എത്ര ആളുകൾ നിങ്ങളുടെ ബന്ധത്തെ നഖശികാന്ത എതിർത്താലും, ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ആ ഇഷ്ടം രണ്ടുപേർക്കും നിഴലിച്ച് നിൽക്കുകയാണ്. തടസ്സങ്ങളുണ്ട്, ഒരുമിക്കാൻ കഴിയാത്ത കുറേ പ്രതിബന്ധങ്ങളുണ്ട്, ഓരോ തടസ്സങ്ങളുണ്ട്. തടസ്സങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് അതിനെയൊന്നും പരിഗണിക്കാതെ നിങ്ങളും വ്യക്തിയും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോവുകയാണ്. ഒരു തടസ്സത്തിനും ഒരു പ്രതിസന്ധിക്കും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ കഴിയില്ല. അത്രത്തോളം ഇഷ്ടം, അത്രത്തോളം സ്നേഹം, അത്രത്തോളം മനസ്സിൻ്റെ ഉള്ളിലുള്ള പ്രണയം അത് പരസ്പരം ഉണ്ടാകുകയാണ്. അത് ആ വ്യക്തിയെ പോലും തടയാൻ കഴിയുന്നില്ല. നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഒരിക്കലും തടയാൻ കഴിയുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തണമെന്ന് ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പല പ്രതിസന്ധികളും തടസ്സങ്ങളും അതിന് സമ്മതിക്കുന്നില്ല. പക്ഷേ കൃത്യമായിട്ട് അതെല്ലാം മാറി നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് എത്തും. അതായിട്ട് രണ്ടാമത്തെ പോയി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങാണ് പറയുന്നത്. ഒരുപാട് മോഹഭംഗങ്ങളുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ. ആ വ്യക്തി സ്നേഹിച്ചവരാരും ആ വ്യക്തിയെ തിരിച്ച് സ്നേഹിച്ചിട്ടില്ല. എല്ലാവരും കാര്യസാധനത്തിന് വേണ്ടി മാത്രം വന്ന് കടന്നു പോയവരാണ്. എല്ലാവർക്കും ആ വ്യക്തി ഒരു ഉപകരണം പോലെയായിരുന്നു. അങ്ങനെ എല്ലാവരാലും വഞ്ചിക്കപ്പെട്ട് യഥാർത്ഥ സ്നേഹം ലഭിക്കാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ വ്യക്തി നിങ്ങളുമായിട്ട് അടുക്കുന്നത്. നിങ്ങളുമായിട്ട് അടുക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു, ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ആദ്യം അടുക്കാൻ മടിച്ചെങ്കിലും തൻ്റെ ജീവിതത്തിലെ അവസ്ഥ, തൻ്റെ മരവിച്ച ചിന്തകൾ, അതൊക്കെ ആ വ്യക്തി ആദ്യം നിങ്ങളിലേക്ക് അടുക്കുന്നതിന് തടസ്സപ്പെടുത്തിയെങ്കിലും പിന്നീട് ആ വ്യക്തി നിങ്ങളിലേക്ക് പതുക്കെ അടുത്തു. അങ്ങനെ നിങ്ങളും ആ വ്യക്തിയിലേക്ക് അടുത്തു. പിന്നീട് എപ്പോഴോ ആ വ്യക്തിക്ക് ഒരു മനംമാറ്റം ഉണ്ടായി. എന്തിനാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്,
എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് ഒരു മനംമാറ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ മനംമാറ്റം ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് മാറിയിരിക്കുന്നു. ആ വ്യക്തി ഇപ്പോൾ ഒരുമിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വീണ്ടും വീണ്ടും നിങ്ങളുടെ പ്രണയം അങ്ങോട്ട് ചെന്നപ്പോൾ വീണ്ടും വീണ്ടും ആ വ്യക്തി മാറി നിന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രണയിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് ആ ഇഷ്ടവും സ്നേഹവും കളയാൻ കഴിയുന്നില്ല. ആ ഇഷ്ടവും സ്നേഹവും മറക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ ആ ഇഷ്ടവും സ്നേഹവും അതുപോലെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സംശുദ്ധമായൊരു പ്രണയം ഇപ്പോഴും ഉണ്ടാകുകയാണ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ചുകൊണ്ട് ആ പ്രണയം ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ആ പ്രണയം നിങ്ങളെ നയിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴും എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട്, എല്ലാത്തിനെയും മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രണയം അവസാനിക്കാതെ നിൽക്കുന്നു. തടസ്സങ്ങളില്ലാതെ ആ വ്യക്തിയുടെ മനസ്സിലെ ചിന്തകൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രണയത്തെ തടുത്തിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ പ്രണയത്തെ ആർക്കും തടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ വ്യക്തിയില്ലാതെ നിങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ആ വ്യക്തിക്കും അങ്ങനെ തോന്നുന്നു. നഷ്ടപ്പെട്ടു പോയ തൻ്റെ പ്രണയം, തൻ്റെ ജീവിതം, തൻ്റെ സുഖങ്ങൾ അത് വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളത് ആ വ്യക്തി ചിന്തിക്കുന്നു. ആ വ്യക്തി അത് അനുഭവിക്കാനിപ്പോൾ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളോടൊത്ത് തന്നെ. നിങ്ങൾക്കും ആ വ്യക്തിക്കും മാത്രമായിട്ടൊരു ലോകം ഇനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. അവിടെ നഷ്ടപ്പെട്ടു പോയ നിരാശകളില്ല, ഒന്നുമില്ല. അവിടെ പോസിറ്റീവായിട്ട് ഇനി ലഭിക്കാനുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. അവിടെ ഒരു പ്രതിസന്ധിയും നിങ്ങളെ ബാധിക്കുന്നുമില്ല. അവിടെ ഒരു പ്രശ്നവും നിങ്ങളെ ബാധിക്കുന്നില്ല. എല്ലാം പോസിറ്റീവായിട്ട്, എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. അങ്ങനെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മാറി, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പോകാൻ കഴിയുന്നു, പോസിറ്റീവായിട്ട് എത്താൻ കഴിയുന്നു. അത് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയമായിരിക്കും. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പരസ്പരം മനസ്സിലാക്കാനോ അറിയുവാനോ അവസരം ലഭിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാനും കഴിയുന്നു. ഇനി നിങ്ങൾ ജീവിതത്തെ ആസ്വദിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ലോകത്ത് ഇനി ആരും ഉണ്ടാവില്ല. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങളത് പരിപൂർണമായിട്ട് ആസ്വദിക്കുകയും പരിപൂർണമായിട്ട് അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആ ആസ്വാദനങ്ങൾ മാത്രമായിട്ട് ഇനി ഒരു ഭാഗമാണ്. നിങ്ങൾക്കവിടെ ദുഃഖിക്കാനൊരു കാര്യം ഉണ്ടാവില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറം നിങ്ങളെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ഇനി നിങ്ങൾക്ക് സന്തോഷമായിട്ട് പോകാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.